So, welcome back to another episode of nominative. Nominative, okay? So, this is the last part. So, we have studied about nominative article, nominative personal pronoun, nominative possessive pronoun, and this is nominative verb. Then you will be wondering, how come nominative എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഓഫ് സെന്റൻസ് എന്ന് പറയുകയും ചെയ്ത് പിന്നെ വെർബ് എങ്ങനെ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 4-5 വെർബുകൾ നോമിനാറ്റീവ് തന്നെയാണ്. അതിനകത്ത് നമ്മൾ അക്വസേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഡാറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് എപ്പോഴും നോമിനാറ്റീവ് ആയിരിക്കും. ഓക്കെ, അക്വസേറ്റീവിൽ പ്രത്യേക വെർബുണ്ട്, ഡാറ്റീവിൽ പ്രത്യേക വെർബുണ്ട്, ഗെനറ്റീവ് പ്രത്യേക വെർബുണ്ട്. അത് പിന്നെ നമ്മൾ പിന്നെ പഠിക്കാം. ഇപ്പോഴും നോമിനാറ്റീവ് വെർബൻ എന്ന് പറയും. ഓക്കെ, അതിന് വരുന്നത് വാക്കുകൾ, കാരണം നോമിനേറ്റീവ് വെർബ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അത് വെർബൻ മിറ്റ് നോമിനാറ്റീവ് എന്ന് പറയും. വെർബൻ മിറ്റ് നോമിനാറ്റീവ്, നോമിനാറ്റീവിനോട് കൂടെ വെർബ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഇഷ് ഹൈസെ. ഓക്കെ, അതിനകത്ത് വേറൊന്നും ചേർക്കാം, അക്വസേറ്റീവ് ഒന്നും ചേർക്കാൻ പറ്റില്ല. ഓക്കെ, വിൽ ലേൺ ദാറ്റ് ഇൻ ഡീറ്റെയിൽ നൗ ഹിയർ. നോമിനാറ്റീവ് വെർബൻ വരുന്നതൊക്കെയാണ്. ഒന്ന് സൈൻ, സൈൻ ടു ബി എന്ന് ആയിത്തീരുക, ആയുക. വേർഡൻ ആകുക അല്ലെങ്കിൽ മാറുക. ബ്ലൈബൻ തുടരുക. ഓക്കെ, റിമെയിൻ. ഓക്കെ, ഹൈസൻ ടു ബി കോൾ എന്ന് വിളിക്കപ്പെടുന്നു. ഷൈനൻ തോന്നുന്നു. ഓക്കെ, തോന്നുന്നു. അല്ലെങ്കിൽ ഗെൽറ്റൻ ബാധകമാണ്, ആയി കണക്കാക്കപ്പെടുന്നു. വിൽ ഡു ദിസ് തിങ്സ് ഇൻ ഡീറ്റെയിൽ. നമുക്ക് വളരെ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം, ഓരോ വാക്കിനെ കുറിച്ചും പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള സൈൻ ഫോം ഉണ്ട്. അത് നമ്മൾ സൈൻ ഫോം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് സൈൻ ആൻഡ് ഹാബൻ ഉൺ സൈൻ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് തിരക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിൽ ഓൾറെഡി ഞാൻ സൈൻ ആൻഡ് ഹാബൻ എന്താ പറയുന്നത് എൻ്റെ വീഡിയോ ഓൾറെഡി ഉണ്ട്. ഇനി മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്നാൽ സൈൻ ആൻഡ് ഹാബൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നൗ ഹിയർ സൈൻ. ഇപ്പോൾ ഇത് സൈൻ ഒരു വെർബാണ്. ഓക്കെ, സൈൻ്റെ ഫോംസ് നമ്മൾ പഠിക്കും. ഇഷ് ബിൻ ലേറർ. ഓക്കെ, ഇഷ് ബിൻ ലേറർ, ഞാൻ ഒരു അധ്യാപകനാണ്. ഇവിടെ ഇഷ് എന്ന ഞാൻ നോമിനാറ്റീവ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ലേറർ എന്ന നോമിനാറ്റീവ് കോമ്പണന്റ് ആണ്. ഇവിടെ 2 നോമിനാറ്റീവ് വരുന്നുണ്ട്. അതാണ് വെർബിന്റെ പ്രത്യേകത. ഇഷ് ബിൻ ഞാൻ ലേറർ ആവുന്നു. അപ്പം ഇഷും അതേ നോമിനാറ്റീവ് ആണ്, ലേററും നോമിനാറ്റീവ് ആണ്. ഓക്കെ, ഞാൻ അധ്യാപകൻ ആകുന്നു. അതുകൊണ്ടാണ് ഇതിനെ നോമിനാറ്റീവ് വെർബൻ എന്നറിയപ്പെടുന്നത്, സൈൻ ഫോം. ഇനി വേർഡ്. ഓക്കെ, വേർഡൻ ടു ബിക്കം. വേർഡ് ആസ്റ്റ്, അവൻ ഒരു ഡോക്ടർ ആകും. അപ്പം എറും നോമിനേറ്റീവ് ആണ്, ആഡ്സ്റ്റും നോമിനേറ്റീവ്, ഡോക്ടറും നോമിനേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എർ അവൻ നോമിനേറ്റീവ്, ആർട്സ് നോമിനേറ്റീവ്. അപ്പൊ അങ്ങനെ ബിക്കമിങ് സംതിങ് ആയിത്തീരുക, അവൻ എന്തോ ആയിത്തീരുന്നു, അല്ലെങ്കിൽ ഡോക്ടർ ആയിത്തീരുന്നു. അവൻ അല്ലെങ്കിൽ അവള്, അത് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. അവൻ തന്നെ ആകുന്നില്ല, അവളും ആകാം, അതും ആകാം, ഞാനും ആകാം, ആരുമാകാം. പക്ഷെ ഇത് വേർഡൻ ആയിരിക്കും. വേർഡ്. ഓക്കെ, വേർഡ് ഇഷ് വേർഡ്. ഓക്കെ, ഇനി ബ്ലൈബൻ, റിമെയിൻ, ടു സ്റ്റേ. ഓക്കെ, അവിടെ തന്നെ ഇഷ് ബ്ലൈബ് ടു ഹൗസ്, ഞാൻ വീട്ടിൽ തന്നെ റിമെയിൻ ചെയ്യുന്നു. ഓക്കെ, സി ബ്ലൈറ്റ് മൈനെ ഫ്രൈൻഡിൻ. ഓക്കെ, അവൾ എൻ്റെ സ്നേഹിതയായി തുടരുന്നു. ഓക്കെ, അവൾ സി ബ്ലൈറ്റ് മൈനെ ഫ്രൈൻഡിൻ. അപ്പോൾ സി എന്ന് നോമിനേറ്റീവ് ആണ്, ഫ്രോയിൻഡിനും നോമിനേറ്റീവ് ആണ്, മൈനെ ഫ്രോയിൻഡിൻ. ഓക്കെ, നമ്മൾ പൊസസീവ് പറഞ്ഞപ്പോഴത്തേക്കും മൈൻ ഫ്രോയിൻഡ് ആണെങ്കിൽ മൈൻ ഫ്രോയിൻഡ് പറയും. ഇവിടെ ഫ്രോയിൻഡിൻ ആയതുകൊണ്ട് മൈനെ ഫ്രോയിൻഡിൻ വരുന്നു. ഓക്കെ, അപ്പം ബ്ലൈബൻ. ഇനി ഹൈസൻ. ഹൈസൻ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടുന്നു, ടു ബി കോൾഡ്. ഓക്കെ, ഇംഗ്ലീഷ് വി കോൾ ഇറ്റ് ടു ബി കോൾഡ്, വിളിക്കപ്പെടുന്നു. എന്താ വിളിക്കപ്പെടുന്നു? ഞാൻ ഷാജി എന്ന് വിളിക്കപ്പെടുന്നു. എൻ്റെ കൂട്ടുകാർ പല പേര് വിട്ട് വിളിക്കും. അപ്പം എന്നാലും ഒഫീഷ്യലി ഇഷ് ഹൈസെ ഷാജി. ഓക്കെ, ഹൈസ്റ്റ് തോമസ്, അവന്റെ പേര് തോമസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ തോമസ് എന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ എറും അവനും നോമിനേറ്റീവ് ആണ്, തോമസും നോമിനേറ്റീവ് ആണ്, നെയിം. ഓക്കെ, ഷൈൻ തോന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ സീംസ്. ഓക്കെ, പറഞ്ഞാൽ ഒരു മനോഹരമായ ദിവസം പോലെ തോന്നുന്നു. Yes, shined and shone a tag to shine. Okay, ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിട്ട് തോന്നും, നല്ല ഒരു ദിവസമായിട്ട് തോന്നും. അപ്പം യെസും നോമിനേറ്റീവ് ആണ്, അവളിന് യെസും ഇതാണ്. ഐൻ ഷോൺ ടാഗും നോമിനേറ്റീവ് ആണ്.
ഓക്കെ, therefore erscheint ein schöner Tag zu sein. ഒരു നല്ല ദിവസമാണ് എന്ന് തോന്നുന്നു. പിന്നെ erscheint müde, അവൻ ക്ഷീണിതനായിരിക്കുന്നത് പോലെ തോന്നുന്നു. He seems to be tired. ഓക്കെ, അവൻ ക്ഷീണിതനായിരിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പം ഏറും മ്യൂഡയും നോമിനേറ്റീവ് ആണ്. ഓക്കെ, ഗെൽട്ടൻ. ഓക്കെ, സൈസ് ആണ് നമ്മൾ ഉപയോഗിക്കാതെ അധികം ഉപയോഗിക്കുന്നല്ല. ഗെൽട്ടൻ ബാധകമായി കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ബാക്കിയെല്ലാം ഉപയോഗിക്കാം. ഈ സാധനം നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല, പക്ഷെ എന്നാലും നോമിനേറ്റീവ് വേർബനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗിൽറ്റ് ആൾസ് എക്സ്പെർട്ട്, അവൻ ഒരു വിദഗ്ധനായി കണക്കാക്കപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഏറും നോമിനേറ്റീവ് സബ്ജക്റ്റ് ആണ്, എക്സ്പെർട്ട് നോമിനേറ്റീവ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഗെൽട്ടൻ, ഗിൽറ്റ് ആൾസ് എക്സ്പെർട്ട്. അപ്പം ഹൈസൻ, സൈൻ, വേർഡൻ, ഷൈനൻ ഇതെല്ലാമാണ് നോമിനേറ്റീവ് വെർബൻ എന്ന് പറയുന്നത്. Okay, clear? This is a short one, so don't have to worry so much on that. Sein, werden, heißen, scheinen und gelten. Good. Bis später, bis bald, see you soon, bye.